കുട്ടികൾ കുട്ടികളെ കണ്ടിട്ടുണ്ട് ഇവിടെ. കുറച്ച് ഫുഡികളായി പോയി. ഞാൻ എന്താക്കണം ഓള് ഫുഡി ശരിക്കും ഫുഡികൾ ഇല്ല അയ്യോ ഇന്നും കാണുന്നില്ല ഗൈസ്. നമ്മ പബ്ലിക് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നെയാണ്. ഇത് തന്നെ മറ്റേ ജിറാഫ് മറ്റേ ആദ്യം സ്റ്റാറ്റസിലാണ്. ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 4-5 വർഷമായി. പക്ഷെ അന്ന് ഞാനൊരു 6-7 വീഡിയോസാണ് ഇട്ടിട്ടുള്ളൂ. ഞാൻ ഒരു ASMR ആയിട്ടാണ് ഞാനപ്പോൾ വീഡിയോ ഇട്ടത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ഫുഡിയാണ് ഞാൻ. എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ASMR വീഡിയോ കണ്ടാണ് ഞാൻ ആ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ ഇപ്പോൾ പിന്നെ അപ്പോൾ ആ കൊറോണ ടൈമാന്ന് തോന്നി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതിങ്ങനെ എന്തോ മടി കാരണം എന്തോ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ 2-3-4 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കുറെ കുറവുകളുണ്ടാവും. ഇന്നലത്തെ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞു സൗണ്ടിന് കേട്ടാണ്. അത് ഞാന് നൈറ്റ് ടൈമാണ് വോയിസ് ഓവർ കൊടുത്തത്. അതാണ് അങ്ങനെ ആയത്. അപ്പോൾ ഇനി ബെറ്റർ ആകാൻ ശ്രമിക്കാൻ ഞാൻ. പിന്നെ എന്താ വെച്ചാൽ ഞാനിപ്പം എൻ്റെ ഓഫീസിലേക്ക് പോകാൻ പോയത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണോന്ന് വെച്ചെങ്കിൽ പകുതിയൊക്കെ ആയിരിക്കാം. രാവിലെ എണീച്ചിട്ട് അതൊക്കെ ഇടുന്നതല്ലേ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ അതിനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടാ. പോകുന്നത് തന്നെ ലേറ്റ് ആയിട്ടാണ് ഓഫീസിലേക്ക്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. ഓക്കെ, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയെല്ലാം തന്നെയല്ലേ പറയൂ. ഓക്കെ ഗൈസ്, നമ്മൾ പോകുന്നു. ഓഫീസിലെത്തിയിട്ട് കാണാട്ടാ. നടന്നിട്ടാണ് പോകുന്നത്. അത്രേ ദൂരമുള്ളൂ. നടന്നിട്ട് പോകേണ്ട ദൂരമുള്ളൂ. നമുക്ക് ഓഫീസിലേക്ക് ചെയ്യാം. ഓക്കെ, ഭയങ്കര വലിയ ഗൈസ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഓഫീസിലെത്തി ഗൈസ്. നടന്നിട്ട് വന്നിട്ട് ഭയങ്കര ക്ഷീണം. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നും കാണിക്കാനില്ല. അപ്പോ ഇങ്ങനെ ഞാൻ വർക്ക് ചെയ്യട്ടെ. വർക്ക് ചെയ്തിട്ട് ഫ്രീ ടൈം ആയിട്ടാകുമ്പോ വരാട്ടോ. ഓക്കെ, ഇത് നമ്മളെ മേഘ ഉണ്ട് ഇവിടെ, എന്റെ കൊളീഗ്സ് ആണ്. വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല കുട്ടിയാ, നേരത്തെ വന്ന് വർക്ക് ചെയ്യും. എന്നെ പോലെയല്ല. ഹായ്, ഇപ്പൊ നമുക്ക് ലഞ്ച് ബ്രേക്ക് ആണ്. ലഞ്ച് ബ്രേക്ക് ആയിട്ട് എന്തുകൊണ്ടെന്നാ ഫുഡ് പരിപ്പ് കറി ഇവിടെ ഉണക്കൊരിച്ചുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ്. അങ്ങനെ ലഞ്ച് ബ്രേക്കിന് ശേഷം വീണ്ടും ഞങ്ങളുടെ പണിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തു. പണി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്ക് എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം വിചാരം ഇങ്ങനെ ലാപ്പിൽ ഇങ്ങനെ കുത്തി കളിച്ചാൽ മതി. അങ്ങനെയല്ല ഗൈസ്, പണിയുണ്ട് ഗൈസ്. ഇതിനൊക്കെ പണിയുണ്ട്. ഞങ്ങളുടെ ഓഫീസ് സെറ്റപ്പ് കണ്ടിട്ട് നിങ്ങൾ എന്താ തോന്നുന്നത്? ഇതൊരു ഓഫീസാണെന്നല്ല വിചാരിക്കുന്നുണ്ടാവില്ലേ? ഞങ്ങൾ ഫസ്റ്റ് വീട്ടിൽ നിന്ന് വർക്ക് ഫ്രം ഹോം ആയിട്ടാണ് ചെയ്തുകൊണ്ടുണ്ടായത്. പിന്നെ വീട്ടിൽ നിന്ന് നടക്കൂല, ചെയ്യാൻ പറ്റൂല. എന്തെങ്കിലും പണിയായിട്ട് എന്തെങ്കിലും വീട്ടിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുമ്പിലിരിക്കുന്ന കാര്യം നടക്കൂല. അതുകൊണ്ടാണ് പിന്നെ ഓഫീസായിട്ട് ഒരു ചെറിയൊരു സെറ്റപ്പിൽ ഇങ്ങനെ ആക്കിയത്. ഇങ്ങനെ ആകുമ്പോൾ എന്തായാലും ഓഫീസിൽ വന്നിട്ട് എന്തായാലും വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പിലെത്തിയത്. ഞങ്ങളുടെ ഓഫീസ് കോഴിക്കോട് പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഈ പണി ചെയ്യുമ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഉറക്കം വരുത്തുണ്ടോ? എനിക്ക് ഉറക്കം വരും. എപ്പോൾ ലാപ്ടോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഉച്ച കഴിഞ്ഞാൽ ഒരു ഉറക്കമൊക്കെ നിർബന്ധം. ഇന്നെന്തോ ഉറക്കം വന്നിട്ടില്ല കേട്ടോ, എന്താണെന്നറിയില്ല. ഹായ് കുട്ടികളെ കണ്ടിട്ടുണ്ട് ഇവിടെ. ഈ വ്ളോഗ് എത്ര ദിവസം ഉണ്ടാവും? ഒരാഴ്ച അറിയില്ല, നമുക്ക് നോക്കാം.
പബ്ലിക് വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു പബ്ലിക് വീഡിയോക്ക് വേണ്ടിട്ട് വന്നതാണ്. നോക്കാം നമുക്ക് എന്താവും. ആ പബ്ലിക് വീഡിയോ വെച്ച് കണ്ടന്റ് ആക്കുന്നതാണ് ഇതിന്റെ ബേക്കിൽ. അതാ നോക്കാം. ചായ കുടിക്കണ്ടേ? ചായ കുടിക്കണം. ചായ കുടിക്കാൻ മെയിൻ വന്നിട്ടില്ല. നിന്നെ സിനിമയിലെടുത്തു. കുട്ടികളിന് ചുമയിറങ്ങിയ ശ്വാസം മുട്ടും. ശരി, ഓക്കെ ഓക്കെ. അങ്ങനെ കല്ലുമ്മക്കായ്ക്ക് നല്ല മണമുണ്ട്. ടേസ്റ്റ് ഉണ്ടോ അറിയില്ല. നോക്കാം നമുക്ക് തിന്നിട്ട്. ടേസ്റ്റ് ഉണ്ടോ? എല്ലാം മണം വരുന്നവർക്ക് ടേബിൾ. വെയിലിന്റെ വെളിച്ചത്തിൽ കളിക്കുന്നല്ലേ നീ? അത് പോയാ തീരും. അതന്നെ നല്ല ഉണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്. ആദ്യം സ്റ്റാറ്റസ് ഇടാം. നോക്ക്, വീഡിയോ ഇടും. ഫുഡ് എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റോറി ഇടാം. എന്നിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാം. 4 ആൾ കാണണ്ടേ നമ്മൾ ചായ അടിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് മാത്രമേ തിന്നാൻ പാടില്ല. ഓ അങ്ങനെയല്ലേ? എല്ലാം പഠിപ്പിച്ചേക്കുന്നു. ദിസ് ഇസ് മൈ ഫുഡി ഗേൾ. നമ്മളെ കല്ലുമ്മക്കായ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല വെളുപ്പുണ്ട്. കാണണ്ടോ അറിയില്ല. നോക്കാം. നമ്മളെ കല്ലുമ്മക്കായ എത്തിയിട്ടുണ്ട്. ടേസ്റ്റ് ഒക്കെ ഒന്നുമില്ലേലും മുമ്പത്തെ മല്ലു ASMR അല്ലേ? പക്ഷെ എന്തൊക്കെയായിരുന്നു. ഞാൻ സത്യം പറയല 5 ലഡു ഒരു കഷ്ണം കേക്കും ആളൊരു 25 മിനിറ്റിലെ വീഡിയോ കഴിക്ക്. സത്യം പറയണ, ഇല്ലെങ്കിൽ ഞാൻ ഇത് കറക്റ്റ് പറഞ്ഞെടുക്കും. ഈ വീഡിയോ ഇതിന്റെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഉപ്പൊന്ന് കുറക്കണേ. നമ്മളെ പറയുന്നില്ല. എന്നാ പിന്നെ നമ്മള് തിന്നട്ടെ. നീ എന്താണ് ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്നത്? പണ്ട് ആണുങ്ങളെ കാണുമ്പോ മാത്രമായിരുന്നല്ലേ. ഇപ്പൊ മിനിറ്റിന് ഇപ്പരാന്നിട്ട് തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ആരുമില്ല, 3 ആളേ ഉള്ളൂ. ലിപ്സ്റ്റിക് പോയി. കുറച്ച് പോയി, കുറച്ച് ബാറ്റിലെത്തി. അതാണ് ആ ടേസ്റ്റ് കൂടുതൽ. അവൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഇതാണെന്ന് പറഞ്ഞു. നീ ഒരു ബോട്ടല്ലേ ഇതിന്? അല്ല കച്ചേ, ഓ അങ്ങനെ ഒരു ബോട്ടല്ലേ? ഞാന് 1, അയ്യോ 2. ഉമ്മാന്റെ ഓപ്പൺ ബോട്ട്. ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കണം ആണ്. കല്ലുമ്മക്കായ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ കുടിക്കാൻ വേണ്ടി വന്നു. ഞാൻ പറഞ്ഞതേ ഇതിന്റെ പിന്നെയും ബെറ്റർ തന്നെ. ഇത് തീരെ ക്ഷമയില്ല. വണ്ടിയിലിരുത്തിട്ട് അന്നെയാന്ന് പറയുന്നത് കൈസ്. എന്നെ മാത്രമാണെന്ന് പറയുന്നു. എന്റെ സ്വഭാവം അങ്ങനെയായിട്ടല്ലേ. നമ്മ പബ്ലിക് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നെയാണ്. ഇത് മറ്റേ ജിറാഫ് മറ്റേ ഇങ്ങനെ കുറച്ച് ഹീലിലെ ചെരുപ്പിടാൻ എനിക്ക് സൂട്ടാകുന്നില്ല. ഫ്രണ്ടിൽ തന്നെ ശരിക്കും കാണും. ശരിയില്ല. ഓക്കെ, നമ്മളില്ലേ പബ്ലിക് വീഡിയോ എടുക്കാൻ വന്നിട്ടോ. ചായ ഉണ്ടപ്പം ഇത് ചായപ്രാന്നാണ് ഞാൻ പറഞ്ഞല്ലോ. മറ്റേ എന്ത് ഫുഡ് ലവർ അല്ല, മറ്റേ ഈ സിനിമ എന്ത് ദിലീപിന്റെ പച്ചക്കുതിരിയിലെ ദിലീപിന്റെ അരിയനില്ല, അതുപോലത്തെ ഒരു സാധനമായി പോയി. അന്നോട് നമുക്ക് ചായ അടിക്കാം ചായ അടിച്ച് പബ്ലിക് വീഡിയോ എടുത്തിട്ടാ. ഇപ്പൊ തിരിച്ചു പോക്ക ഇനി ഏതെങ്കിലും എടുക്കും. നമ്മൾ ഒരു പബ്ലിക് വീഡിയോക്ക് പോകുന്നു. നമുക്ക് എന്താവുന്നു എനിക്ക് ഒന്നും അറിയില്ല. ഇവളെപ്പോ കൂടി ചില പഠിക്കട്ടെ. ആൾക്കാരെ കൂടെ പറയിക്കരുത്. ഇവള് ഷാനാണ് മോശാക്കിയത് ഫുഡികളെന്ന് പറയരുത്. ഒരിക്കലും ഇല്ല, അങ്ങനെ ഞാൻ പറയണം. ഷാന വീടെടുത്ത് ഫേമസ് ആയിട്ട് ഇങ്ങനെ വരുമ്പോ നല്ല ക്ലിയർ ഉണ്ട്. അത് വെയില് മുഖത്തടിച്ചപ്പോ നല്ല വെളുപ്പ് തോന്നുന്നു. അതാ ഇപ്പൊ ഇങ്ങനെ തന്നെ വെയിലത്ത്. ഓക്കെ ഗൈസ്, പോയിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം.
അവിടെ എന്തുണ്ട് ഫുഡ്, എന്തുണ്ട് കുടിക്കാൻ, എന്തുണ്ട് തിന്നാൻ നോക്കിയിട്ട് വരാം. അതാ അപ്പണ് ഉദ്ദേശിച്ചു. യെസ്, അടുത്ത് നമുക്ക് തിന്നിട്ട് വരാം. പിന്നെ മിക്കവാറും തീറ്റപ്രാന്തി ആക്കിയിട്ട് എല്ലാവരും കുറച്ച് ഫുഡികളായി പോയി. ഞാൻ എന്താക്കണം, ഓള് ഫുഡി ഇല്ല അയ്യോ നിങ്ങൾ കാണുന്നില്ല കൈസ്. ഓളെപ്പോ ഒന്നിന്റെ കാശാകല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതാണ്. നീ കൂടെ കൂട്ടണം. കൂടെ കൂട്ടി ഇപ്പൊ ആണെങ്കിൽ ഏടക്കണ്ടാലും പണ്ടിട്ട് വെക്ക് പറ്റിയിരിക്കും. പോകുന്നവര് പോകുന്നില്ല. എന്ത് ചെയ്യാനൊക്കെ നീ മറ്റേ സ്റ്റാൻഡ് വാങ്ങണം. എനിക്ക് ഇങ്ങനെ കാണോണ്ടിരിക്കാൻ പറ്റൂല. ശരിയില്ല, ഹൈറ്റില്ല കൈസ്, ഹൈറ്റില്ല. എന്ത് ചെയ്യാനാ? നമുക്ക് പണ്ട് കാരണന്മാർ തന്ന നീളവും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഹീലിന്റെ ചെരുപ്പിന്റെ ആവശ്യമില്ല. അതെല്ലാം വീഡിയോയിലിടേ. അവർക്ക് വഴി തെറ്റി പറയുമ്പോ അതിലെല്ലാം വരണം. ഓക്കെ ശരി മാഡം. ഇതാണ് എന്റെ മാഡം. തോണിയല്ലാണ് അത്, സ്പീഡ് ബോട്ട്. കുട്ടികളിലൊന്നും അറിയില്ല. അത് പുഴയിലെ പോകുന്നതാണെങ്കിൽ നമ്മൾ തോണിയിലെ പറയും. അത്രയും മനോഹരമായ നമ്മുടെ തൃക്കരിപ്പൂരിലൂടെ കാണാൻ കഴിയും. നമ്മളിനി പോകുന്നത് മറ്റേ പൂജിയും നമ്മളിനി അടുത്ത് പോകുന്നത് കായൽത്തീരം. നിങ്ങളത് കാണുന്നുണ്ടോ കൂട്ടുകാരെ? കാണുന്നുണ്ടോ ഗായ്സ്? നിങ്ങളിത് കാണുന്നുണ്ടോ ഗായ്സ്? കായൽത്തീരം. ഞാൻ വ്ളോഗിങ് പ്രകൃതിയായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേങ്കിലും പകുതി വീഡിയോസ് ഉണ്ടാവില്ല. ചായ വാങ്ങുന്നതുണ്ടാവും, കുടിക്കുന്നതുണ്ടാവില്ല. ചിലപ്പോ ഗ്ലാസ് ഉണ്ടാവും. ഗൈസ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടത്ര. ഇവിടുന്ന് പോണത്ര, റിട്ടേൺ വീട്ടിലേക്ക് പോണത്ര. കുറച്ച് ലേറ്റായി. ഇതാ നമ്മളെ കായൽ തീരം. ഇതാ ഗൈസ് നമ്മുടെ ഇവാനുകുട്ടൻ. ഇവാനുകുട്ടൻ ചായ കുടിച്ചിനാ? എന്ത് ചായ കൂട്ടീന്? എന്ന് കൂട്ടീനെ? നമുക്ക് നാളെ പരീക്ഷയാണ് ഇംഗ്ലീഷ്. തന്നെ ഇടുന്ന് കളിക്കുന്നു. കുറച്ച് സംസാരിച്ചു. ഉള്ളിക്കേറിപ്പോ ഓടാ. ഇവാനു മോനെ, ഉമ്മാന്റെ പൊന്നോടുത്തു. എന്നെ ഉമ്മാന്ന് വിളിക്കലാന്ന് ഗൈസ്. ഇതെന്റെ ഏട്ടത്തിൻ്റെ മോനാന്ന്, പക്ഷെ എന്നെ ഉമ്മാന്ന് വിളിക്കും അല്ലേ? ഇവാന്റെ ഉമ്മ എടുത്തു. കേറ്, മുകളിൽ കേറ്. നിലത്തിരിക്കല്ല. ഉമ്മാനെ വിളിക്ക്. ഉമ്മാൻ്റെ ഇതിപ്പോ ചീത്ത കിട്ടും, സമയം ലേറ്റ് ആയതുകൊണ്ട്. നോക്കാം. ഇരുല് വാ നടക്ക്. എത്തൂല പോവും. നടക്ക്. ഡോർ തുറന്നേ. തുറക്കോ? എത്തൂല. മതി. ഹലോ ഗൈസ്, അങ്ങനെ പുറത്തെത്തി. പിന്നെ കുറച്ച് ഉമ്മാൻ്റെ ചീത്തെല്ലാം കിട്ടി. ഇല്ല ഗൈസ്, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെല്ലാം കിട്ടിയിരുന്നില്ല. എൻ്റെ ഉമ്മ പാവാണ്. ഇവിടെ കുറെ ആളുണ്ട് ചിരിക്കുന്നുണ്ട് എന്നെ കളിയാക്കുന്നതാണ്. അവള് ഇതെന്തിരുന്ന എന്റെ
അപ്പൊ പിന്നെ അങ്ങനെ ഇന്ന് ഇങ്ങനെ ആസില വിളിച്ചോണ്ട് അങ്ങനെ പോയതാണ്, നമ്മളെ ഫുഡികൾ വിളിച്ചോണ്ട് അങ്ങനെ പോയതാണ്. അല്ലെങ്കിൽ ഞാൻ നേരെ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വരും, ഒരു 6 മണിയെല്ലാം ആവും ഓഫീസിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട്. ആ തന്നെ. അപ്പൊ ഓക്കെ എന്നാ ഇൻഷാ അല്ലാഹ് ഇനി ഡെയിലി ഞാൻ വ്ലോഗ് ഇടാൻ ശ്രമിക്കാം. എല്ലാവരും വാച്ച് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.